നമസ്കാരം. കഴിഞ്ഞ ദിവസം പൊങ്കാലയോടനുബന്ധിച്ച് നമ്മൾക്കറിയാം എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു കലക്ടർ, IAS ആയാലും IPS ആയാലും കേരളത്തിൽ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഈ ദിവ്യ എസ് അയ്യർ കളക്ടർ മാത്രമല്ല, ശബരിനാഥ് എന്ന് പറയുന്ന മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനായിട്ടുള്ള ശബരിനാഥ്, കാർത്തികേയൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ശബരിനാഥ്, അദ്ദേഹം 5 വർഷത്തോളം MLA ആയിരുന്നു, കോൺഗ്രസിന്റെ അരുവിക്കര MLA ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ഹിന്ദു ലേഡിക്കെതിരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു സൈബർ ആക്രമണം, അതല്ലെങ്കിൽ ഇസ്ലാമിക മുസ്ലിം കൊടും ഭീകരവർഗത്തിന്റെ ആക്രമണം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിക അതല്ലെങ്കിൽ ISIS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ലഘൂകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയോ ഒരു മുസ്ലിമോ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആരെങ്കിലും കണ്ടിരുന്നോ? എന്താണ് അവർ ചെയ്ത തെറ്റ്? ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ആ IAS ആ കളക്ടർ ചെയ്ത തെറ്റ് എന്താണ്? അവർ ആകെ അവരുടെ ഹിന്ദു മത വിശ്വാസ പ്രകാരമുള്ള, അവർ ഈ പറയുന്ന ആറ്റുകാല അമ്മയ്ക്ക് പൊങ്കാലയിട്ട സമയത്ത് അവർ പൊങ്കാലയിട്ടു. ആ പൊങ്കാലയിട്ട ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി അവരുടെ ഭർത്താവായിട്ടുള്ള ശബരി എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് ശബരിനാഥ്, മുൻ MLA ആയിരുന്ന, അതല്ലെങ്കിൽ കാർത്തികേയൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള സീനിയർ കോൺഗ്രസ് നേതാവായിരുന്നു, മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ശബരിനാഥ് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലൂടെ ആ പിക്ചർ ഇട്ടു. അതോടുകൂടി ഈ കേരളത്തിലെ മതേതര എന്നൊക്കെ വാഴ്ത്തുന്ന, അതല്ലെങ്കിൽ ഇസ്ലാമിക സ്നേഹം, സമാധാന കൊതം, സമാധാന മതമാണല്ലോ, കൊതമല്ലല്ലോ, ക്ഷമിക്കണേ, ചെറിയ വാക്പിഴ വന്നതാണ്. അത്തരത്തിൽ സമാധാന കൊതക്കാർ, എന്റെ പൊന്നെ, സമാധാന കൊതക്കാർ അല്ല, സമാധാന മതക്കാർ നടത്തിയ സോഷ്യൽ മീഡിയ സൈബർ ആക്രമണമൊക്കെ നമ്മൾ കണ്ടു. ഇതിനെതിരെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസോ, വേണ്ട സാംസ്കാരിക നായകർ എന്ന ലേബലിൽ ഞാൻ സാംസ്കാരിക നായകനാണെന്നും പറഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും ഒരു ഇരുകാലി മൃഗം എന്ന് പറയാൻ പറ്റില്ല, മൃഗത്തിനൊക്കെ ഇതിനേക്കാൾ വലിയ സംസ്കാരവുമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്നേഹവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് മനുഷ്യനെ ഒരിക്കലും മൃഗവുമായി കമ്പാരിസൺ പോലും നടത്താൻ പറ്റില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഷേധം കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലേക്ക് ഒരു ഓഡിയോ അയച്ചു തന്നുകൊണ്ടാണ്. കാരണം നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ K സുരേന്ദ്രൻജി നയിക്കുന്ന പദയാത്രയുടെ സമാപന മണിക്കൂറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറുടെ ആ ഒരു പ്രതിഷേധ വാക്കുകൾ, അത് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെ സമാധാന മതമാണെന്നും പറഞ്ഞ് നടക്കുന്ന ഇസ്ലാമിക അതല്ലെങ്കിൽ മുസ്ലിം ഭീകരവർഗം, ആ വർഗം ഈ നാട്ടിൽ ഹിന്ദുവിനെ ശബ്ദിക്കാൻ ഇട നൽകാത്ത രീതിയിൽ അടിച്ചമർത്തുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ, അദ്ദേഹം കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷനാണ്, ദേശീയ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ആ പ്രതിഷേധം, ആ പ്രതികരണം അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഒരു സാംസ്കാരിക നായകരോ ഒരു രാഷ്ട്രീയ ആ ഒരു ഈ രീതിയിലുള്ള പ്രതികരണവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയസൂര്യൻ സാറിന്റെ ആ പ്രതികരണം ഗംഭീര പ്രതികരണം തന്നെയാണ്. എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതില്ലല്ലോ. എന്തായാലും കേട്ടു നോക്കുക. ആ ഗംഭീര പ്രകടനം പ്രേക്ഷകരിലേക്ക് ഇടുകയാണ്. കേട്ടു നോക്കുക, മാക്സിമം പ്രചരിപ്പിക്കുക. കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാരോടും മുസ്ലിം മത നേതാക്കന്മാരോടും മുസ്ലിമിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരോടും ആണ് എൻ്റെ ഒരു ചോദ്യം വെറുതെയല്ല. ആറ്റുകാൽ പൊങ്കാല എന്ന ഹിന്ദു ആചാരം, ഉത്സവം, ലോക റെക്കോർഡുള്ള ഒരു വനിതാ ഉത്സവമാണ്. വനിതകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന, തികച്ചും ദൈവീകമായിട്ടുള്ള ആരാധനാക്രമത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ആരംഭിച്ചുവെങ്കിലും ഇന്ന് അത് രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് മറ്റ് രാജ്യങ്ങളിലും അതേ സമയത്ത് ആചരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പൊങ്കാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഈ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് ജാതിയില്ല, മതമില്ല, ഭാഷ, ദേശ, രാജ്യ വ്യത്യാസങ്ങൾ ഇല്ല. എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ടവർ, എല്ലാ പ്രദേശങ്ങളിലും പെട്ടവർ, എല്ലാ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഈ പൊങ്കാലയിൽ പങ്കാളികളാവുന്നുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത്തവണ ഒരു സംഭവം ഉണ്ടായി. ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥ മലയാളികൾക്ക് സുപരിചിതയാണ്. അവരുടെ ഭർത്താവ്
കോൺഗ്രസിൻ്റെ മുൻ MLA-യും കോൺഗ്രസ് നേതാവുമാണ്. രണ്ടുപേരെയും മാലോകർക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. അവരാരും RSSകാരല്ല, അവർ BJPക്കാരല്ല, അവർ സംഘപരിവാറല്ല, അവർ ഹിന്ദു തീവ്രവാദികളും അല്ല. സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു ഭക്തർ മാത്രമാണ്. അതുകൊണ്ട് ദിവ്യ S. അയ്യർ ആറ്റുകാൽ പൊങ്കാലയിട്ടു. ആരുടെയും സ്ഥലത്ത് അതിക്രമിച്ച് കിടന്നിട്ടല്ല, സ്വന്തം സ്ഥലത്ത്. ആ പൊങ്കാലയിടുന്നത് അവരുടെ ഭർത്താവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചു. സോഷ്യൽ മീഡിയയിലെ പ്രസിദ്ധീകരണത്തിന് താഴെ തീവ്രവാദികൾ എന്ന് തോന്നിപ്പിക്കുന്നവർ ഇട്ട കമൻറ്റുകൾ, അതിന് പൊങ്കാലയിടുക എന്ന് തന്നെയാണല്ലോ IT ഭാഷ, വന്ന കമൻറ്റുകൾ മനസാക്ഷിയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ആറ്റുകാൽ പൊങ്കാലയുടെ അടുപ്പിൽ വച്ചിരിക്കുന്ന പവിത്രമായ ആ ചടങ്ങിൻ്റെ കലത്തിനകത്ത് ദിവ്യ S. അയ്യർ ബീഫാണോ വേവിക്കുന്നത്, ഇറച്ചിയാണോ വേവിക്കുന്നത്, അതോ മീൻകറിയാണോ വയ്ക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചവർ ആരാണ് എന്ന് നോക്കുമ്പോൾ കാര്യം വ്യക്തമാവും. അതായത് ഇസ്ലാമിക തീവ്രവാദ ആശയങ്ങൾ തലയ്ക്കു പിടിച്ചവർ എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അധിക്ഷേപം ഇവിടുത്തെ ഹിന്ദു വനിത ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിൽ ഹിന്ദു എന്ത് തെറ്റാണ് ചെയ്തത്? ഇതാണ് എൻ്റെ ചോദ്യം. ഏഷ്യ വൻകരയിൽ മറ്റൊരു രാജ്യത്തേക്ക് ആദ്യമായി ഇസ്ലാം മതം കടന്നു വന്നത് ഭാരതത്തിലെ കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ്. അവിടെ വന്നപ്പോൾ ആരാധനാലയം പണിയാൻ അനുവാദം വേണം, സഹായിക്കണം എന്ന് ഹിന്ദു ഭരണാധികാരിയോട് അഭ്യർത്ഥിച്ചപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിന് വെച്ചിരുന്ന സാമഗ്രികളെടുത്ത് മുസ്ലിം മോസ്ക് ഉണ്ടാക്കാൻ കൊടുത്ത ഹിന്ദു ഭരണാധികാരി അന്നു കാണിച്ച മഹാമനസ്കതയാണോ തെറ്റായി പോയത്? മുസ്ലിം പള്ളി പണിതു, പക്ഷെ ആരാധനയ്ക്ക് പോകാൻ വേണ്ടത്ര ആൾക്കാരില്ല എന്ന പരാതി പറഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ പോയി വരുന്ന ഭക്തർ അവിടെയും കൂടി ദർശനം നടത്തണം, അവരുടെ ആരാധനയിലും പങ്കെടുക്കണം എന്ന് അന്നത്തെ ഹിന്ദു ഭരണാധികാരികൾ നിർദ്ദേശിച്ചിടത്താണോ തെറ്റുപറ്റിയത്? വിദേശത്ത് നിന്ന് വന്ന അറബികളായ ആണുങ്ങൾക്ക് ഇവിടെ താമസിക്കുമ്പോൾ കുടുംബമായി താമസിക്കാൻ, വിവാഹം കഴിക്കാൻ സ്ത്രീകളില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദു സ്ത്രീകൾ അവരുടെ ഭാര്യമാരാവാൻ തയ്യാറായിട്ടുള്ളവർ വിവാഹിതരാവണം എന്ന ഹിന്ദു ഭരണാധികാരിയുടെ നിർദ്ദേശമാണോ തെറ്റായിപ്പോയത്? ലോകത്ത് 59ഓളം മുസ്ലിം രാജ്യങ്ങൾ ഉള്ളിടത്ത് ഒരിടത്ത് പോലും മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളുമില്ല. എന്നാൽ മതത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാൻ മുറിച്ചു കൊടുത്തിട്ട് ബാക്കി വന്ന അവശിഷ്ട ഇന്ത്യയിൽ ഭരണഘടന എഴുതിയുണ്ടാക്കിയപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അനവധി സൗജന്യങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്ത അതേ ജനതയോട് വേണമോ ഈ ക്രൂരത? അപ്പോൾ മതസഹിഷ്ണുതയും വിശാലതയും ഒക്കെ ഹിന്ദുവിന് മാത്രം ചെയ്യേണ്ട ദൗത്യങ്ങളാണോ? ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നതിൽ അങ്ങേയറ്റത്തെ വിഷമമുണ്ട്, ക്ഷോഭമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു മുസ്ലിം മതപണ്ഡിതൻ, ഏതെങ്കിലും ഒരു മുസ്ലിം മത നേതാവ്, ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്തുകൊണ്ടാണ് ഈ ഭീകരതയെ അപലപിക്കാൻ മുന്നോട്ട് വരാത്തത്? നിങ്ങളുടെ ഈ നിശബ്ദതയാണ്, അല്ലെങ്കിൽ മൗന അനുവാദമാണ് ഭാരതത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കേന്ദ്രബിന്ദുവായി കേരളത്തെ വളർത്തിയെടുത്തത്. ലോകത്തെവിടെ ഒരു ഇസ്ലാമിക ഭീകരൻ ബെൽറ്റ് ബോംബ് പൊട്ടി മരിച്ചാലും പ്രതിയെ പിടിക്കുന്നത് കണ്ണൂരിൽ നിന്നാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ലോകത്തെവിടെയെങ്കിലും ഇസ്ലാമിക ഭീകരതയുടെ അടിവേരുകൾ തേടി അന്വേഷണ സംഘങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഈ നിശബ്ദ പിന്തുണ കൊണ്ടാണ്. അതുകൊണ്ട് ഈ ജിഹാദി ശക്തികളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ കൃത്യമായി ഞങ്ങളുടെ മുസ്ലിം മതത്തിൽ ഇങ്ങനെയല്ല പറയുന്നതെന്ന് പറയാനാർജവമുള്ള ആരെങ്കിലും ഈ മലയാള നാട്ടിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ മുസ്ലിം മതപണ്ഡിതനോട്, മുസ്ലിം മത നേതാവിനോട്, മുസ്ലിം രാഷ്ട്രീയ നേതാവിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഇത് ഞങ്ങളുടെ മതനിയമമല്ല, ഇത് ഞങ്ങളുടെ നിലപാടല്ല, ഇത് ഇസ്ലാമല്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കണം.
കാണിക്കുന്നില്ല എങ്കിൽ ഈ കേരള സംസ്ഥാനത്തെ ഓരോ ഇസ്ലാമിക നേതാവും, ഇസ്ലാമിക പണ്ഡിതനും, ഇസ്ലാമിക രാഷ്ട്രീയ നേതാവും ഈ ഭീകരതയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു, വളം വെച്ചു കൊടുക്കുന്നു, സംരക്ഷണം കൊടുക്കുന്നു, പിന്തുണ കൊടുക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്.